പലപ്പോഴും സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പെട്ടെന്നൊരു അത്യാഹിതം സംഭവിച്ചാൽ ആ അത്യാഹിതം സംഭവിച്ച ഇടത്തേക്ക് നേതാക്കന്മാർ എത്തുക എന്ന ഒരു പതിവ് കാര്യമുണ്ട്. പക്ഷേ പലപ്പോഴും അവിടെ മുഖ്യമന്ത്രി എത്തിയില്ല എന്നുള്ള പരാതി വരാറുണ്ട്. ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥന്റെ വീട്ടിൽ അദ്ദേഹം എത്തിയില്ല എന്നുള്ളത് അവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞതാണ്. അവരുടെ കുടുംബത്തിന് വേണ്ട സപ്പോർട്ടൊക്കെ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നത് രണ്ടാമതാണ്. ആദ്യം ആ തുടക്കത്തിൽ ആ സംഭവം നടന്ന ദിവസങ്ങളിൽ അദ്ദേഹം അവിടെ എത്തിയില്ല എന്നത് വളരെ വിമർശനമായി പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിരുന്നു. പലരും അത് ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയുടെ വീട്ടിൽ CPM നേതാക്കൾ സന്ദർശനം നടത്തിയതിനെ ചൊല്ലി മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. ആ സന്ദർശനത്തെ അദ്ദേഹം ന്യായീകരിച്ചിരിക്കുകയാണ്. അവിടെ മനുഷ്യത്വത്തിന്റെ പേരിൽ നടത്തിയ സന്ദർശനമാണ് എന്നും രാഷ്ട്രീയമായി അതിനെ കാണേണ്ടതില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ബോംബ് നിർമ്മിക്കുന്നതിനിടെ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ച് പ്രതികളിൽ ഒരാളായ CPM അനുഭാവി ഷെറിൽ കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് CPM നേതാക്കൾ ഇയാളുടെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വീട്ടിൽ ജീവിച്ചിരിക്കുന്നവർ, അയാളുടെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരെ ചെന്ന് കണ്ട് അവർക്ക് വേണ്ട പിന്തുണ, മാനസികമായ പിന്തുണ കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായ കാര്യമല്ല. പക്ഷേ ഇതിനെ ന്യായീകരിച്ച രീതിയാണ് ഇവിടെ പ്രശ്നമായി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്നത്. അന്തിമോപചാരം സമർപ്പിക്കുകയും സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് വളരെ വിചിത്രമായ ഒരു ന്യായീകരണ ക്യാപ്സ്യൂളുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നത്. ബോംബ് നിർമ്മിക്കുന്നതിനെ എതിർക്കുന്നു എന്ന് പറയുന്ന CPM തന്നെ ബോംബ് നിർമ്മിച്ചവർക്ക് വേണ്ടി നിലകൊള്ളുന്ന നിലപാടാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതിനിടെ പാർട്ടി വലിയ പ്രതിരോധത്തിലായിരുന്നു. എന്നാൽ അസാധ്യ ന്യായീകരണം നൽകി വിമർശകരുടെ വായടപ്പിക്കാനുള്ള ശ്രമമാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. പാനൂർ ഏരിയ പൂർണ്ണമായും CPMന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ സജീവമായ ബോംബ് നിർമ്മാണം നടന്നിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു അറിവും ബന്ധവുമില്ല എന്ന വാദം മുഖ്യമന്ത്രിയും ആവർത്തിച്ചിരുന്നു. ബോംബ് നിർമ്മാണം രാഷ്ട്രീയമായി എടുക്കേണ്ടതില്ല എന്നായിരുന്നു പിണറായി വിജയന്റെ വാക്കുകൾ. ബോംബ് നിർമ്മിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നടപടിയെടുക്കും, കുറ്റത്തോട് മൃദു സമീപനമില്ല. എന്നാൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ മരിച്ച ആളുടെ വീട്ടിൽ പോയതിൽ അസ്വാഭാവികതയില്ല. നാട്ടിലുള്ള മരണ വീട്ടിൽ പോകുന്നത് നിഷിദ്ധമായ കാര്യമല്ല. ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിൽ തെറ്റില്ല. ബോംബ് ഉണ്ടാക്കുന്നതിനിടെ മരിച്ച ആൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന മനുഷ്യത്വപരമായ സന്ദർശനമാണിത്. ജാഗ്രത കുറവുണ്ടായി എന്ന ഏരിയ സെക്രട്ടറിയുടെ അഭിപ്രായത്തോട് യോജിപ്പില്ല എന്നും മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞു. കൂടാതെ കേസിൽ പിടിയിലായ DYFI നേതാവ് നിരപരാധി ആണ് എന്ന വിചിത്രവാദം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉന്നയിച്ചിരുന്നു. CPM ആക്രമണം നടത്താൻ ബോംബ് ഉണ്ടാക്കുന്നു എന്നത് കള്ളപ്രചാരണമാണ് എന്നാണ് പറയുന്നത്. പിടിയിലായ DYFI പ്രവർത്തകൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ഇയാളെ തെറ്റായി ചിത്രീകരിച്ചു. പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്നായിരുന്നു ഗോവിന്ദന്റെ വാക്കുകൾ. എന്തായാലും ഇതിനെ ഒന്നും എതിർക്കുന്നില്ല. ഒരു മരണ വീട്ടിൽ ചെല്ലുക, അവരെ സ്വാഭാവികമായി ആശ്വസിപ്പിക്കുക, അതൊന്നും ആരും എതിർക്കുന്നില്ല. പക്ഷേ വളരെ കൃത്യമായി അധികം വൈകാതെ തന്നെ അവിടെ ഈ പാർട്ടി പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായി എന്നത് തന്നെയാണ് ഇപ്പോൾ വിമർശനാത്മകമായി പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. എല്ലായിടത്തും ഒരുപോലെ, എല്ലാ ജനങ്ങളും ഒരുപോലെ, എല്ലാ മരണവീടുകളും ഒരുപോലെ കാണുന്ന ഒരു നേതൃത്വമാണ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷയവും വിമർശനം ആവുകയില്ലായിരുന്നു. എന്തുകൊണ്ട് സിദ്ധാർത്ഥിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഇവിടെ SFI സഖാക്കന്മാരുടെ ക്രൂരപീഡനമേറ്റു മരിച്ച കണ്ണൂർക്കാരനായ അധ്യാപകന്റെ വീട്ടിലോ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ സന്ദർശനം നടത്തിയില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്നത്. എല്ലാ മരണവീടുകളും ഒരുപോലെ കാണുകയാണ് എങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ നേതൃത്വത്തിന് നേരെ ഉയരുകയില്ല എന്നും പൊതുസമൂഹം വിലയിരുത്തുന്നു. എന്തായാലും എന്തിനും ഏതിനും ന്യായീകരണ ക്യാപ്സ്യൂളുകളും വിചിത്രവാദങ്ങളും ഉള്ളവരോട് പറഞ്ഞു ജയിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് ഇവിടെയും വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.